അംഗനവാടി ജീവനക്കാരുടെ വർദ്ധിപ്പിച്ച ഓണറേറിയം മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കില്ല. 32 മാസത്തെ സേവനത്തിന്റെ വേതനമാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നിഷേധിക്കുന്നത്. ഇതോടെ ഓരോരുത്തർക്കും 32,000-ഓളം രൂപ നഷ്ടമാകും. 2021 ഇടക്കാല ബജറ്റിലായിരുന്നു അംഗനവാടി ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. 10 വർഷത്തിലധികമായി ജോലി ചെയ്യുന്നവർക്ക് 1000 രൂപയുടെയും മറ്റുള്ളവർക്ക് 500 രൂപയുടെയും വർധനവായിരുന്നു വാഗ്ദാനം. 2021 മുതൽ പണം നൽകുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന് 2023 ഡിസംബർ മുതൽ പ്രാബല്യം നൽകിയാൽ മതിയെന്ന ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ അംഗനവാടി ജീവനക്കാർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. 1000 രൂപ 2021 കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കിട്ടിയില്ല. ഈ ഡിസംബറിൽ ആ 1000 രൂപ കിട്ടുമെന്ന് മുൻകാല പ്രാബല്യത്തോടു കൂടി കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ഈ 32,000 രൂപ വെട്ടിക്കുറച്ച് ഈ ഡിസംബർ മുതലുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന്. പ്രതീക്ഷിച്ചിരുന്ന തുക കൂടി ലഭിക്കില്ലെന്നായതോടെ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന അംഗനവാടി ജീവനക്കാർ നിരാശയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അംഗനവാടിയിൽ വരുന്ന വാട്ടർ ബില്ലുകൾ, ഇലക്ട്രിസിറ്റി ബില്ലുകൾ, ഗ്യാസ് ബില്ലുകൾ ഒക്കെ ഈ കിട്ടുന്ന 12,000 രൂപയിൽ നിന്നാണ് ഞങ്ങൾ അടയ്ക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് 5-6 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഈ പൈസ തിരിച്ചു കിട്ടുന്നത്. അപ്പം കിട്ടുന്ന ഈ 12,000 രൂപയിൽ നിന്ന് പകുതിയോളം പൈസ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ രീതിയിൽ ചെലവാക്കാനാണുള്ളത്. നിലവിൽ അംഗനവാടി വർക്കർമാർക്ക് 12,000-ഉം ഹെൽപ്പർമാർക്ക് 8,000-ഉമാണ് ഓണറേറിയം. ജനം, കോഴിക്കോട്.